വീക്കെൻഡ് ആയിട്ടൊക്കെ വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ട്രിപ്പ് എന്ന് പറയുന്നത് ഒരു ബീച്ചിലേക്കാണ്. ഈ ബീച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ സാധാരണ ബീച്ച് പോലെ ഒരു മണൽ നിറഞ്ഞു കിടക്കുന്ന ബീച്ചല്ല, കുറച്ച് കല്ലുകളുള്ള ബീച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് ആ പേര് തന്നെ അങ്ങനത്തെ ഒരു പേര്. മറ്റൊന്നല്ല, ഞാൻ പറഞ്ഞു വരുന്നത് പെബിൾസ് ബീച്ചാണ്. മസ്കറ്റിൽ നിന്ന് ഏകദേശം ഒരു 154 കിലോമീറ്റർ വരുന്നുണ്ട് ഈ ബീച്ചിലേക്ക്. അപ്പോൾ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നല്ലൊരു ഡ്രൈവ് ആയിരിക്കും. പോണ വഴികളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമ്മൾ ഈ ബീച്ചിലേക്ക് അമറാത്തൊക്കെ കയറി കൊറിയാത്തൊക്കെ വഴിയാണ് പോണത്. അതേപോലെ ഈ ബീച്ച് എത്തുന്നതിന് മുന്നായിട്ട് തന്നെ നമുക്ക് വേറെയും ലൊക്കേഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ കവർ ചെയ്യാം. കൊറിയാത്ത് ഡാം വേണമെങ്കിൽ കവർ ചെയ്യാം, സിങ്ക് ഹോള് കവർ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബീച്ച് വരണത്. പിന്നെ ഈ ഒരു ലൊക്കേഷന് കൂടാണ്ട് ഈ ഒരു ബീച്ചിന് ശേഷം കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാദിഷാബും കൂടി വേണമെങ്കിൽ കവർ ചെയ്യാം. അതൊക്കെ നിങ്ങൾ നേരത്തെ പോകണമെങ്കിൽ എന്തായാലും സുഖമായിട്ട് കവർ ചെയ്യാം. 154 കിലോമീറ്റർ ഉള്ളെങ്കിലും നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് അവിടെ എത്താമെന്നുള്ളത് അത് നിങ്ങളുടെ ഡ്രൈവിങ്ങിൻ്റെ സ്കില്ലിൻ്റെയും പോണ വേഗതയുടെ അനുസരിച്ച് അതിൻ്റെ മാറ്റങ്ങളൊക്കെ വരും. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂർ എടുത്തായിരുന്നു. കാരണം ജസ്റ്റൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്ലോ ആയിട്ട് വന്ന് അത്ര വലിയ സ്പീഡിലൊന്നല്ല പോയത്, ഒരു ആവറേജ് സ്പീഡിൽ തന്നെ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ പെബിൾസ് ബീച്ചിലേക്കുള്ള ആ ഒരു കട്ടിങ് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒരു റൈറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ലെഫ്റ്റ് എടുക്കണം. പിന്നെ അതേപോലെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. അത് നമ്മുടെ സലൂൺ കാർഡ്സ് തുടങ്ങി എല്ലാ വണ്ടികളും അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പയ്യെ എടുത്ത് പോന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബീച്ചിൻ്റെ ഏകദേശം ഒരു 10-20-30 മീറ്റർ അടുത്ത് വരെ നമ്മുടെ കാർ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. ഈ ഒരു വ്യൂ ആണ് ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്ത് ജസ്റ്റ് ആ ഒരു ബീച്ചിലേക്ക് നോക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. കണ്ട, അത്യാവശ്യം നല്ല ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണാം അതിൻ്റെ ആ ചെറിയ ചെറിയ ചരലായിട്ടുള്ള ആ കല്ലുകളും കാര്യങ്ങളൊക്കെ. പിന്നെ സാധാരണ ബീച്ചുകളെ അപേക്ഷിച്ച് ഈ ഒരു ബീച്ചിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ തൊട്ട് തന്നെ ചെറുതല്ല അത്യാവശ്യം വലിയൊരു റോക്ക്, അതായത് മല പോലെ ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു തണൽ കിട്ടും. അപ്പോൾ എപ്പോഴും നമുക്ക് ആ വെയിലിൻ്റെ പ്രശ്നങ്ങളൊന്നും വരില്ല. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, ഈ ബീച്ചിൻ്റെ പേര് സൂചിപ്പിക്കും പോലെ തന്നെ ഇവിടെ മൊത്തം കല്ലുകളാണ്, അല്ലാണ്ട് മണലൊന്നും എന്താ പറയുക അധികം കാണാൻ കിട്ടും. നമ്മൾ ആ ബീച്ചിലേക്കൊക്കെ ഇറങ്ങി പോണ സമയത്ത് അവിടെ കുറച്ച് മണലുണ്ട്. പക്ഷേ ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഇങ്ങനെ ചരൽ പോലത്തെ ഒരു തരം കല്ലുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ മല ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല തണലാണെന്നുണ്ട്. ഈ തണലുള്ളതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ആ ഏരിയയിലൊക്കെ പോയിട്ട് ഇങ്ങനെ വിശ്രമിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ബീച്ചിനെ പറ്റി പറയുമ്പോൾ വേറൊരു പ്രത്യേകത തോന്നിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ കളർ ഉണ്ടല്ലോ, അത് സാധാരണ ബീച്ചിലെ വെള്ളത്തിൻ്റെ കളറിനേക്കാളും കുറച്ചും കൂടി ഒരു ബ്ലൂയിഷ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പിക്ചേഴ്സും വീഡിയോസൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈ വന്നൊരു സമയം എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 മണി സമയത്താണ്. പിന്നെ അതുപോലെ ആ സമയത്തൊന്നും അധികം തിരയും കാര്യങ്ങളൊന്നും ഇല്ല. കണ്ട, ചെറുതായിട്ടുള്ളൂ, വളരെ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള തിരകളുള്ളൂ. പിന്നെ ഈ ബീച്ചിൽ ഫിഷിങ് അലൗഡ് ആണെന്ന് അറിയില്ല, പക്ഷേ ഒരുപാട് ഫിഷുകൾ ഇവിടെ കാണുന്നുണ്ട്. ഞാൻ വന്ന് നോക്കിയായിരുന്ന സമയത്തൊക്കെ കുറേ മീനുകളൊക്കെ മുകളിൽ കയറി ഇങ്ങനെ ചാടി അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഈ നോമ്പിൻ്റെ ഒക്കെ അവധി വന്ന സമയത്ത് ഒരുപാട് ഒമാനീസൊക്കെ ഇവിടെ വന്ന് ബാർബിക്കൊക്കെ അടിക്കണ കാണാറുണ്ട്. ഒരു ആടിനൊക്കെ മൊത്തത്തിലൊക്കെ വന്ന് ഈ ഗുഹയുടെ അടുത്തൊക്കെ ആയിട്ട് വല്ല തമ്പൊക്കെ അടിച്ച് ചുട്ട് തിന്നണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത്യാവശ്യം നമുക്ക് ഈ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. പിന്നെ നിങ്ങളിവിടെ ബാർബിക്കോ അതുപോലെ എന്തെങ്കിലും ഫുഡൊക്കെ കൊണ്ടുവന്ന് കഴിക്കാനോ അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ വരുന്നുണ്ടെങ്കിൽ ലൈറ്റും കൂടെ എടുക്കുക. കാരണം ഇവിടെ ഒന്നും അധികം വെളിച്ചൊന്നും ഞാൻ കണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ എന്തായാലും കൊണ്ടുവരാനായിട്ട് നോക്കാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കല്ലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, വളരെ നല്ല ഭംഗിയുള്ള കല്ലുകളാണ്. അത് നിങ്ങൾക്ക് വീടുകളിൽ എന്തെങ്കിലും അലങ്കരിക്കാനോ അക്വേറിയത്തിലേക്ക് ഇടാനോ അങ്ങനെയുള്ള എന്ത് ആവശ്യങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഇവിടുന്ന് എടുത്തിട്ട് പോവാം. കല്ല് മാത്രമല്ല, ചെറിയ കക്കകൾ, അതുപോലെ ചെറിയ ശംഖുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊന്ന് എക്സ്പ്ലോർ ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് ചിക്കി മാന്തി നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങൾ അതുപോലത്തെ കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ബീച്ച് ഏരിയയിലൊന്നും ഞാൻ ഗാർഡ്സിനൊന്നും കണ്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ പറ്റും. പക്ഷേ അത് മാത്രമല്ല, ഇവിടെ എനിക്ക് അത്രയും കുളിക്കാനായിട്ട് അത്ര സപ്പോർട്ടീവായിട്ട് തോന്നില്ല ഈ ബീച്ചിന്. കാരണം ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഈ കല്ലുകളുള്ളതുകൊണ്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് കയറുന്ന സമയത്ത് തിര അടിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഫോഴ്സിൽ ഈ കല്ലൊക്കെ നന്നായിട്ട് പൊന്തി വന്ന് മേത്തൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെയിനൊക്കെ ചെറുതായിട്ട് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകുന്നതോറും ഏകദേശം ഒരു 5-10 മീറ്ററൊക്കെ അങ്ങോട്ട് പോകുന്നതോറും വെള്ളത്തിൻ്റെ കളറൊക്കെ വളരെയധികം പ്യുവറാണ്. അതായത് കണ്ണീര് പോലെ നമുക്ക് എന്ത് വേണമെങ്കിലും കാണാം. ഏകദേശം ഒരു 3 മീറ്റർ കഴിയുമ്പോൾ തന്നെ എന്താ പറയുക, പെട്ടെന്ന് തന്നെ ഒരു വളരെ ഡീപ്പിലേക്ക് പോകുന്നുണ്ട്. അതേപോലെ നന്നായിട്ട് നമ്മൾ വലിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിസ്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുളിക്കുന്ന ആളുകളൊക്കെ ആ റിസ്ക് കണ്ടറിഞ്ഞിട്ട് വേണം കുളിക്കാനായിട്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പെബിൾസ് ബീച്ചിലെ വിശേഷങ്ങൾ. ഇനി ഞാൻ പതുക്കെ കുളിക്കാനും എൻ്റെ രീതിയിലുള്ള ഫണ്ണിനൊക്കെ ഒന്ന് പോകട്ടെ. ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.